ലഹരി വിരുദ്ധ ദിനത്തിൽ കോതമംഗലത്ത് സായാഹ്ന ധർണ സംഘടിപ്പിച്ച ഗ്രീൻ വിഷൻ കേരളയും സന്നദ്ധ സംഘടനകളും. കോതമംഗലം ചെറിയ പള്ളിത്താഴത്ത് നടന്ന ധർണ മദ്യവിരുദ്ധ സമിതി രൂപതാ പ്രസിഡന്റ് ജെയിംസ് കോറമ്പേൽ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സജീവം ലഹരി വിരുദ്ധ ക്യാമ്പയിനും KCBC മദ്യവിരുദ്ധ സമിതിയും ഗ്രീൻ വിഷൻ കേരളയും സംയുക്തമായാണ് കോതമംഗലത്ത് ജനകീയ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. രാസലഹരിയുടെയും മദ്യത്തിൻ്റെയും എല്ലാം മാരകമായ വശങ്ങൾ തുറന്നുകാട്ടി സമൂഹത്തെ രാസലഹരികളുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും അതിനായി ഒരു ലഹരി വിരുദ്ധ സമൂഹത്തെ വാർത്തെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കോതമംഗലം ചെറിയ പള്ളിത്താഴത്ത് സംഘടിപ്പിച്ച ജനകീയ ധർണ മദ്യവിരുദ്ധ സമിതി രൂപതാ പ്രസിഡന്റ് ജെയിംസ് കോറമ്പേൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പഠനം തെളിയിക്കുന്നത് കേരളത്തിലെ 1057 സ്കൂളുകളും കോളേജുകളുമൊക്കെ ലഹരിയുടെ മാഫിയയുടെ പിടിയിൽ അമർന്നിരിക്കുന്നു എന്നുള്ള വേദനിക്കുന്ന, ഉത്കണ്ഠപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ എക്സൈസ് കമ്മീഷണർമാർ, പോലീസ് കമ്മീഷണർമാരടക്കം ഭയത്തോടുകൂടി കേരളത്തിലെ ലഹരി മാഫിയയെ കാണുന്ന ഒരു കാലഘട്ടമാണിത്. നമുക്കറിയാം, 29 ബാറുകൾ മാത്രമായി അവശേഷിച്ച കേരളത്തിൽ ഇന്ന് 825 ബാറുകൾ പ്രവർത്തിക്കുന്നു. കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം ലഹരി യഥേഷ്ടം ലഭിക്കുന്ന സാഹചര്യം കേരളത്തിൽ ഒരുക്കപ്പെടുകയാണ്. എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങളെന്നും മാത്രമെന്ന് കവികൾ പണ്ട് പാടിയെങ്കിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം ബാറുകളും ഷോപ്പുകളും ലഹരി മാഫിയയുടെ വിളയാട്ടം നമ്മൾ കാണുകയാണ്. ഗ്രീൻ വിഷൻ കേരള റീജിയണൽ പ്രസിഡന്റ് മാത്യൂസ് നിരവത്ത് അധ്യക്ഷത വഹിച്ച ധർണാ സമരത്തിൽ ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന ട്രഷറർ ജിജി പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. സജീവം പ്രൊജക്ട് കോർഡിനേറ്റർ ജോൺസൺ കറുകപ്പള്ളിൽ ദിനാചരണ സന്ദേശം നൽകി. ഓരോ വർഷവും, ഓരോ ദിനവും, ഓരോ മാസവും മദ്യത്തിന്റെ ഉപയോഗം വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷം. ഇത് കുടുംബങ്ങളെ നശിപ്പിക്കുന്നു, നാടിനെ നശിപ്പിക്കുന്നു, വ്യക്തികളെ നശിപ്പിക്കുന്നു, സ്ഥാപനങ്ങളെ നശിപ്പിക്കുന്നു, രാജ്യത്തെ തന്നെയും ഇല്ലായ്മ ചെയ്യുന്ന ഒരു വലിയ വിപത്തായി ഇത് മാറിയിരിക്കുകയാണ്. ഇതിനെതിരെയാണ് ഞങ്ങൾ ശബ്ദിക്കുക. മദ്യത്തിന്റെ ഉപഭോഗം കുറച്ചു കൊണ്ടുവരണം. നമുക്കറിയാം, കേരളത്തിലെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ അത് ഇടതുകാലത്തെ ഗവൺമെന്റ് ആയിക്കൊള്ളട്ടെ, ഏത് ഗവൺമെന്റ് ആയിക്കൊള്ളട്ടെ, ആ ഗവൺമെന്റിന്റെ ഒരു വരുമാനം എന്ന് പറയുന്നത് മദ്യം വിറ്റ് കിട്ടുന്ന പണമാണ്, അല്ലെങ്കിൽ അതിന്റെ ലാഭമാണ് എന്നതാണ്. അതുപോലെ തന്നെ ലോട്ടറി വിറ്റ് കിട്ടുന്ന ലാഭം, മദ്യം വിറ്റ് കിട്ടുന്ന ലാഭം ഉപയോഗിച്ചുകൊണ്ട് കേരള സർക്കാർ ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുകയും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുകയും ചെയ്യുമ്പോൾ മറുവശത്ത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കുവാൻ, ലഹരിക്കെതിരെ പോരാടുവാൻ അവർ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വിരോധാഭാസം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ജോസഫ് ആന്റണി, ചന്ദ്രലേഖ ശശിധരൻ, ജോയ് പടയാട്ടിൽ, KH സലീം, മാർട്ടിൻ കീഴേമാടൻ, ജോസ് കൈതമന, ജോണി കണ്ണാടൻ, പോൾ കൊളങ്ങാടൻ, ജിജു വടക്കേക്കുടി, ബിജു വെട്ടിക്കുഴ, ജോർജ് കുട്ടി ജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങൾ ഏത് സ്ട്രീമിൽ +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായിക്കൊള്ളട്ടെ, വിദേശത്ത് കുറഞ്ഞ ചിലവിൽ സ്റ്റൈഫൻഡോട് കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് GTC എഡ്യൂകെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. കൂടാതെ IELTS, OET എന്നീ കോഴ്സുകളും GTC നിങ്ങൾക്കായി ഒരുക്കുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ A1, IELTS, OET വെറും 5999 രൂപയ്ക്ക്. ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ. പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ്. തികച്ച ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് GTC ഒരുക്കുന്നത്. GTC എഡ്യൂകെയർ പ്രൈവറ്റ് ലിമിറ്റഡ്, നസ്രീത്ത് മർത്തോമ ചർച്ച് ക്യാമ്പസ്, MC റോഡ്, മണ്ണൂർ, കീഴിലം.